നിങ്ങൾക്കത് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ രാജ്യം വിട്ടു പോവുക, അത്രേ പറയത്തുള്ളൂ ഞാൻ. അതാണ് പറയേണ്ടത്. നിങ്ങൾ എന്ത് പറയുന്നു? അങ്ങനെ ചെയ്യാം. മാഡം പറഞ്ഞ പിന്നെ അത് വേറെ മുസ്ലിമായ ഞാൻ, അവൻ അതിനകത്തിരുന്ന് ഇടക്കിടയ്ക്ക് പറയുന്നത്, ഒരു മുസ്ലിമായ ഞാൻ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇത് പറയാൻ പറ്റില്ല അത്രേ. താൻ മുസ്ലിം ആയിരിക്കും, പക്ഷെ താൻ ഇന്ത്യക്കാരനായ മുസ്ലിം ആണെങ്കിൽ നിങ്ങളത് ചെയ്തേ പറ്റൂ. ഓക്കെ ചേച്ചി അങ്ങനെ പറഞ്ഞു, ചെയ്തേ പറ്റൂ. അത് ഏത് തമ്പുരാമെന്ന് പറഞ്ഞാൽ ഉടയ തമ്പുരാന്റെ മുമ്പിലല്ലാതെ ആരാധനയുടെ ഒരു ഭാഗവും അത് അർപ്പിക്കാനുള്ള ഉദ്ദേശമില്ല. ഇത് കൃത്യമായിട്ട് പറയാണ്. അത് ആരാണെങ്കിലും, അത് ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ പ്രവാചകനെ പോലും ആരാധിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പിന്നെയല്ലേ ഈ പറഞ്ഞ ഏതെങ്കിലും ദേവീ സങ്കല്പങ്ങൾ ഞങ്ങൾക്ക് കഴിയൂല, പറ്റില്ല. അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്, പറ്റില്ല. അത് ഇന്ത്യക്കാരനായതുകൊണ്ട് അങ്ങനെ ചെയ്തേ പറ്റൂ, അങ്ങനെ ഇന്ത്യ പറയുന്നില്ല, ഭരണഘടന പറയുന്നില്ല. ഇന്ത്യക്കാരനായതുകൊണ്ട് നിങ്ങൾ മറ്റു ദൈവങ്ങളെ ആരാധിച്ചേ പറ്റൂ എന്ന് ഇന്ത്യ പറയുന്നില്ല, ഭരണഘടന പറയുന്നില്ല. അത് പറയാത്തിടത്തോളം കാലം അങ്ങനെ പൂർണ്ണ മുസ്ലിം ആയിക്കൊണ്ട് ഏകദൈവ വിശ്വാസിയായിക്കൊണ്ട് ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ അടക്കം പൂർവികരായ ആളുകൾ പോരാടി നേടിയ സ്വാതന്ത്ര്യമാണ്. അതിൽ വല്ലാതെ കൈകടത്തി ഇമാതിരി ഡയലോഗ് അടിക്കാൻ വരേണ്ടതില്ല എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. വന്ദേ മാതരം മദ്രസകളിൽ ആലപിക്കാൻ പറഞ്ഞത് ഒരു തെറ്റായി പോയി. അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്, വന്ദേ മാതരം, ഞാൻ കഴിഞ്ഞ ദിവസം പത്രവാർത്ത കണ്ടിരുന്നു, വന്ദേ മാതരം മദ്രസകളിൽ ആലപിക്കുന്നതിൽ എന്താണ് തെറ്റ്? യെസ്, ഐ എം ആസ്കിങ് യു ടു, എന്താണ് തെറ്റ്? നമ്മുടെ നാഷണൽ, നമ്മുടെ ദേശീയ ഗാനമാണത്, ദേശീയ ഗീതമാണ്. അല്ലെങ്കിൽ ജനഗണമന, നാഷണൽ സോങ്, വന്ദേ മാതരം. ഒരുപാട് വിജ്ഞാനങ്ങളുണ്ട് ഈ വന്ദേ മാതരത്തിന്റെ കുറെ അധികമുള്ള ഒരു ഗാനമാണത്. അതിലെ ആദ്യത്തെ 2 ഖണ്ഡങ്ങൾ, 2 സ്റ്റാൻസകളാണ് നമ്മൾ ഒഫീഷ്യലി നാഷണൽ ഗീതമായിട്ട് അല്ലെങ്കിൽ നാഷണൽ സോങ് ആയിട്ട്. അതിലെവിടെയാണ് മിസ്റ്റർ മതം പറയുന്നത്? ദേവിമാരെ ആരോ മോട്ടറാക്കി വിട്ടിരിക്കുകയാണ്. ഒന്നാമത്തെ എന്താ വെച്ചാല് മദ്രസകളിൽ പാടാൻ പറഞ്ഞതുമായിട്ട് അത് വേറൊരു വിഷയമാണ്. അതല്ല ഞങ്ങളുടെ വീഡിയോന്റെ പത്രത്തിൽ കണ്ട വിഷയമാണ്. അപ്പൊ ഏതായാലും നമ്മൾ പറഞ്ഞിട്ടുള്ളത് വന്ദേ മാതരം ആ ഒരു പാട്ട് മുഴുവനായിട്ടും നിർബന്ധിതമാക്കുന്നതിനാണ് ഞങ്ങൾ റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് റിയാക്ട് ചെയ്തിട്ട് പറയാണ്, ആദ്യത്തെ 2 വരികളാണ് നാഷണൽ ഗീതം, അതിനുശേഷമുള്ളതിൽ എന്നുള്ള എന്താണ് പ്രശ്നം? ആ സ്റ്റാൻസയെ കുറിച്ചല്ല നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മൾ വളരെ കൃത്യമായി അതിന്റെ വരികളടക്കം വായിച്ചുകൊണ്ട് ലക്ഷ്മി ദേവി, ദുർഗാദേവി, സരസ്വതി ദേവി, ആ സരസ്വതി ദേവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് വണങ്ങുക, വന്ദിക്കുക, ആരാധന അർപ്പിക്കുക പോലെയുള്ള വരികൾ ഉന്നയിച്ചുകൊണ്ട്, അതും കേവലം ഏതെങ്കിലും ഇതുപോലെ വാർത്ത കണ്ടിട്ടോ ChatGPT-നോട് ചോദിച്ചിട്ട് എത്ര വരികളാണ് സ്റ്റാൻസയാണെന്ന് ചോദിച്ചിട്ടല്ല. വിഷയം അറിയില്ല. വിഷയം ആദ്യം പഠിച്ചാൽ എന്ത് ചെയ്യാച്ചാൽ ഈ റിയാക്ഷൻ ഒക്കെ ഒന്നുകൂടി നന്നാക്കാം. അത് വിഷയം അറിയാതെ സംസാരിക്കണം. അത് 2 സ്റ്റാൻസയായിരുന്നു മുമ്പ് മുതലേ നാഷണൽ സോങ് ആയിട്ട് അംഗീകരിച്ചു പോയിരുന്നത്. അതിലല്ല ഇപ്പോൾ ഉള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അത് മുഴുവനായിട്ട് ആലപിക്കാനുള്ള നിർദ്ദേശത്തിലാണ് 1. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പദവി കൂട്ടി ഡിസ്ഹോണസ്റ്റ് പാടില്ല, അഥവാ ഒരിക്കലും അവഹേളിക്കാൻ പാടില്ല എന്ന് പറയുന്ന നിയമത്തിൽ കൊണ്ടുവന്ന് നാഷണൽ ഫ്ലാഗിന്റെയും നാഷണൽ ആന്തത്തിന്റെയും എല്ലാ തരത്തിലുള്ള പ്രിവിലേജസും കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇതിനെ മുകളിലേക്ക് കയറ്റുമ്പോൾ ആ നയത്തെ, ആ നടപടിയാണ് നമ്മൾ ഇന്ന് ചോദ്യം ചെയ്യുന്നത്. ആ വിഷയമൊന്നും ചേച്ചി അറിഞ്ഞില്ല. മാത്രമല്ല, ഇത് ഞങ്ങൾ പറയുന്നൊന്നുമല്ല, നിങ്ങൾക്കെന്താ, നിങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ കാര്യം 2 സ്റ്റാൻസകൾ അത് രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണെങ്കിൽ ബാക്കിയുള്ളത് ഹിന്ദു ആത്മീയതയാണ് എന്ന് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞതാണ്. ടാഗോറിനെതിരെ അടുത്ത ഭയമില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തത്. അതേപോലെ തന്നെ ഇത് എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഇത് ഒരേ സമയത്ത് ദേവി ഭക്തിയുമാണ് ദേശഭക്തിയുമാണ്. കാരണം ദേശത്തെ വന്ദിക്കുക എന്ന് പറഞ്ഞാൽ ദേവിയെ വന്ദിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ് ഹിന്ദു ആത്മീയതയുമായി ബന്ധപ്പെട്ടത് തന്നെയാണിത് എന്ന് എഴുതിയ ആൾ പോലും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് എന്താ മതം എവിടെ എന്നുള്ളതൊക്കെ ചോദിക്കുന്നത്. ദേവന്മാരെയും പറയുന്നത് നമ്മുടെ ഭാരതാംബയെ വളരെ മനോഹരമായിട്ട് അവരുടെ പ്രകൃതിയും പച്ചപ്പും മലനിരകളും പർവ്വതങ്ങളും പുഴകളും ഒക്കെ ഉപമിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സൗന്ദര്യത്തെ വണങ്ങുന്നതായിട്ടും നമ്മുടെ രാജ്യത്തെ ഒരു മാതാവായിട്ട്, ഒരു അമ്മയായിട്ട് കണ്ടുകൊണ്ട്, അങ്ങനെയാണ് ആ ഗാനം, നമ്മുടെ ദേശീയ ഗാനത്തിന്റെ അർത്ഥം വരുന്നത്. അവിടെ എവിടെയാണ് മിസ്റ്റർ മതവൈരം പറയുന്നത്? മതവൈരം പറഞ്ഞു എന്നുള്ളതല്ല, മറിച്ച് പല മതസ്ഥർക്കും അവരുടെ വിശ്വാസവുമായി യോജിക്കാത്ത വരികൾ ഈ പറഞ്ഞ മുഴുവൻ എടുക്കുമ്പോൾ അതിലുണ്ട് എന്നുള്ളതും, വിശ്വാസപരമായി വിയോജിപ്പുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതുമാണ്. സ്റ്റേറ്റിന്റെ ഒരു നടപടികളിലും ഏതെങ്കിലും മതത്തിന്റെ ചിഹ്നങ്ങളോ മതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളോ വരാൻ പാടില്ല. അതിനാണ് സെക്യുലർ രാജ്യം എന്ന് പറയുന്നത്. അവിടെ സ്റ്റേറ്റിന് മതമില്ലാതിരിക്കുകയും പൗരന്മാർക്ക് മതം ആവുകയും ചെയ്യാന്ന് പറയുന്ന ആ വിശാലതയാണ് കാണാൻ കഴിയുക.
ഇവിടെ അങ്ങനെയല്ല കാണാൻ പറ്റുന്നത്. ഒരു മതത്തിന്റെ വിഷയം സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു, അത് പൗരന്മാരോടെല്ലാം ആലപിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു, അത് ആ തരത്തിലുള്ള ഒരു പദവിയിലേക്ക് അതിനെ കയറ്റിവെക്കുകയും ചെയ്യുന്നു. അതിനാണ് പ്രശ്നം വിളിക്കുന്നത്. ആരാ മതവൈരം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇതിനിപ്പോ ഒരാൾ വന്നേ മാത്രം ഒരാൾ ചൊല്ലി, ആ ചൊല്ലിയ ആൾ ആരെങ്കിലും ഇവിടെ പ്രശ്നവൽക്കരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ചൊല്ലിയ ആൾ ചെയ്തത് വർഗീയത എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അത് ചൊല്ലാതിരിക്കാൻ ആ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അവകാശം വേണം. അവരോട് പൊതു നിർദ്ദേശമായിട്ട് അത് പറയാൻ പാടില്ല. നിർബന്ധിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല, പൊതു നിർദ്ദേശമായിട്ട് പോലും പറയാൻ പറ്റില്ല. കാരണം പൊതു നിർദ്ദേശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും നിർദ്ദേശം പറയുന്നു, എന്നിട്ട് നിങ്ങൾ ചൊല്ലൽ നിർബന്ധമൊന്നുമല്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ പ്രശ്നം എന്താണ്? ചില ആളുകൾക്കെങ്കിലും മതപരമായിട്ടുള്ള കാരണം കൊണ്ട് ചൊല്ലാതിരിക്കേണ്ടി വരുന്നു. അങ്ങനെ ചൊല്ലാതിരിക്കുമ്പോൾ ചില ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും, ഈ ചൊല്ലാതിരിക്കുന്ന ആളുകളാട്ടോ ദേശവിരുദ്ധർ, ഇവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദേശസ്നേഹമില്ലാത്ത ആളുകൾ. ആ ചൂണ്ടിക്കാട്ടലുകൾ അതൊരു ഭിന്നിപ്പിന് അല്ലെങ്കിൽ വർഗീയതയ്ക്ക് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ചേരിതിരിവിന് അല്ലെങ്കിൽ ആ തരത്തിൽ ജനങ്ങളെ വേർതിരിക്കാൻ കാരണമാകുന്നു. ഈ നയം കൊണ്ടുവരുന്ന ആളുകളെ ലക്ഷ്യം.